ഇന്നത്തെ സിനിമകൾ പരാജയപ്പെടാൻ കാരണമെന്താണ്? വീഡിയോ തുടങ്ങുമ്പോൾ ഒരു ചോദ്യത്തിലൂടെ തന്നെ തുടങ്ങാം. എന്തുകൊണ്ടാണ് വലിയ താരങ്ങൾ ഉണ്ടായിട്ടും പല സിനിമകളും ഇന്ന് തിയേറ്ററിൽ പരാജയപ്പെടുന്നത്? പ്രധാനപ്പെട്ട 5 പോയിന്റുകൾ ആദ്യം നോക്കാം നമുക്ക്. നമ്പർ 1, OTT പ്ലാറ്റ്ഫോമുകളുടെ സ്വാധീനം. സിനിമ റിലീസ് ചെയ്ത് ഒരു മാസത്തിനുള്ളിൽ OTTയിൽ വരുമെന്ന് പ്രേക്ഷകർക്കറിയാം. അതുകൊണ്ട് തന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് ഇല്ലാത്ത സാധാരണ സിനിമകൾ കാണാൻ ആളുകൾ തിയേറ്ററിൽ വരാൻ മടിക്കുന്നു. ഇതൊക്കെ ഫോണിൽ വന്നാലുടൻ കാണാം എന്ന ഒരു മനോഭാവം പരാജയത്തിന് ഒരു കാരണമാണ്. നമ്പർ 2, കഥയിലെ പുതുമയില്ലായ്മ. പഴയ ഫോർമുലകൾ വെച്ച് സിനിമ പിടിച്ചാൽ ഇന്നത്തെ കാലത്ത് നടക്കില്ല. പ്രേക്ഷകർ ഇപ്പോൾ ലോക സിനിമകൾ കാണുന്നവരാണ്. അതുകൊണ്ട് തന്നെ കണ്ടു മടുത്ത കോമഡികളോ ലോജിക്കില്ലാത്ത ആക്ഷൻ രംഗങ്ങളോ കണ്ടാൽ അവർ ഉടൻ തന്നെ അത് തള്ളിക്കളയും. നെക്സ്റ്റ് വൺ, സോഷ്യൽ മീഡിയ റിവ്യൂസ്. പണ്ട് ഒരു സിനിമ വിജയിക്കുമോ എന്ന് അറിയാൻ ആഴ്ചകൾ എടുക്കുമായിരുന്നു. എന്നാൽ ഇന്ന് ആദ്യത്തെ ഷോ കഴിയുമ്പോൾ തന്നെ റിവ്യൂസ് വരും. പടം മോശമാണെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ അത് സോഷ്യൽ മീഡിയയിൽ എത്തും. ഇത് വൈകുന്നേരത്തെ ഷോകൾക്ക് പോലും ആളുകളെ കുറയ്ക്കാൻ കാരണമാകും. നെക്സ്റ്റ് വൺ, വർദ്ധിച്ച ചിലവ്, ഹൈ ടിക്കറ്റ്. തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത് ഇന്നൊരു ചിലവേറിയ കാര്യമാണ്. ടിക്കറ്റ് നിരക്കും ഭക്ഷണവും ഒക്കെ കൂടുമ്പോൾ ഒരു കുടുംബത്തിന് വലിയൊരു തുക ചിലവാകും. അതുകൊണ്ട് തന്നെ വളരെ നല്ല സിനിമകൾ ആണെങ്കിൽ മാത്രമേ സാധാരണക്കാർ തിയേറ്ററിലേക്ക് വരികയുള്ളൂ. താരമൂല്യത്തേക്കാൾ പ്രാധാന്യം ഉള്ളടക്കത്തിനാണ്. മമ്മൂട്ടിയോ മോഹൻലാലോ വന്നാൽ മാത്രം ഇന്ന് സിനിമ ഹിറ്റാവില്ല. കഥ നല്ലതാണെങ്കിൽ അവർക്കും സിനിമയെ രക്ഷിക്കാൻ കഴിയില്ല. എന്നാൽ പുതുമുഖങ്ങൾ അഭിനയിച്ച മഞ്ഞുമൽ ബോയ്സ് അല്ലെങ്കിൽ പ്രേമലു പോലുള്ള സിനിമകൾ വലിയ മാർജിൽ തന്നെ വിജയമാകുന്നതിന് അതിൻ്റെ കണ്ടൻ്റാണ് മെയിൻ കാരണം.